Actually, acupuncture means acu means points എന്നാണ് അർത്ഥം. പഞ്ചർ മീൻസ് പഞ്ചറിയ. ദാറ്റ് മീൻസ് ടു ഇൻസേർട്ട് എന്നാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചൊരു ചികിത്സാ രീതിയും കൂടിയാണ്. ക്യാൻസറിനെ നമുക്ക് അക്യുപഞ്ചർ വഴി ശരിയാക്കി എടുക്കാൻ പറ്റും. പലപ്പോഴും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എയറിൽ കയറാറുള്ളതാണ്. അപ്പൊ ഇതും ഒരു എയറാവട്ടെ എന്ന് ആശംസിക്കുന്നു. കീമോ റേഡിയേഷൻ പോലെയുള്ള സൈഡ് എഫക്ട്സുകളെ മാറ്റാനായിട്ട് അക്യുപഞ്ചർ 100% സാധിക്കും. പ്രോട്ടോകോൾ അനുസരിച്ച് 11 to 21 ഡേയ്സ് ആണ് നമ്മുടെ സിറ്റിംഗ്സ് എന്ന് പറയുന്നത്. പെയിൻ ഈസ് നോട്ട് എ ഡിസീസ്, ദാറ്റ് സിംറ്റംസ് ആണ്. സ്വമേധയാ ഉള്ള പെയിൻ കില്ലേഴ്സിനൊക്കെ ആക്റ്റീവ് ആക്കി കൊടുക്കലാണ് പെയിന്റെ കേസിൽ എടുക്കുക. 90% ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ എന്നാണ് പറയുക. വൈകാരിക തലത്തിൽ നിന്നാണ് നമുക്ക് പല രോഗങ്ങളും വരുന്നത്. മൈൻഡ് ശരിയല്ലെങ്കിൽ മൊത്തത്തിൽ താളം തെറ്റും. നമ്മളെപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മാനസിക തലത്തിലോട്ട് മാത്രം അതിനെ റൂട്ട് കോസ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഫിസിക്കൽ പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് എന്ത് വരാം, ഈ പറയുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ വരാം. ഒരു സാധാരണ ഒരു പേഴ്സൺ അക്യുപഞ്ചർ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും? നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് അൽഫാമും ഈ കുഴിമന്തിയും അല്ലെ ഗ്രിൽഡ് ചിക്കനൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു പൈസ ഇതിനും ആവുന്നുള്ളൂ. അത് അത്ര ഹെൽത്തി അല്ല. ഇത് ഹെൽത്തിന് വേണ്ടിയാണ്. വെൽക്കം ടു ഹെൽത്ത് മലയാളം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ന്യൂറോ അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് സെറീന ജാസ്മിൻ മാം ആണ്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ മോഡേൺ മെഡിസിൻ കാലത്ത് അക്യുപഞ്ചറിന് എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, അതായത് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ മോഡേൺ മെഡിസിൻസിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എല്ലാ സിസ്റ്റത്തിലുണ്ട്. ഇപ്പോൾ ആയുഷ് ആണെങ്കിൽ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, സിദ്ധ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഇത് മരുന്ന് കഴിക്കാത്തൊരു ചികിത്സാ രീതിയാണ്. കാരണം മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരു ചികിത്സാ രീതിയാണ്. മരുന്ന് കൊടുക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊന്നും നമ്മൾ നിർത്തുന്നില്ല. ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് എന്ന് പറയുകയാണെങ്കിലും അതിൽ ചൈനീസ് ഹെർബ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിലൊന്നും അങ്ങനെ ഹെർബ്സ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ നമ്മളൊരു മോഡേൺ മെഡിസിൻസിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നോ ആ എല്ലാ രോഗത്തിനും തന്നെ ഇതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡ്രഗ്സിൽ അലർജി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ മരുന്നില്ലാത്ത ചികിത്സ വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അപ്പൊ ഈ അക്യുപഞ്ചറിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മിത്ത് എന്താണ്? ഇതൊരു പ്ലാസിബോ എഫക്റ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട്, സ്യൂഡോ സയൻസ് എന്നൊക്കെ. അതെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ആക്ച്വലി സ്യൂഡോ സയൻസ്, അവിടെ ഒരു സയൻസ് ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? ഇതൊരു ആക്ച്വലി ദിസ് ഇസ് എ റിയൽ സയൻസ് തന്നെയാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. എസ്പെഷ്യലി നമ്മുടെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചൊരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പൊ അത് മിത്തെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് നമ്മൾ എന്തെങ്കിലും രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മിത്ത് പോലെ, കാരണം മരുന്ന് കഴിക്കാണ്ട് രോഗം മാറുമോ, അങ്ങനെ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു പ്രോബ്ലംസ് ആണ്. അല്ലാത്ത പക്ഷം നമുക്കിത് 100% ക്യൂറബിൾ ആണ്. 100% എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ചെറിയ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരും. അപ്പൊ ഇത് അങ്ങനെ ഒരു സ്യൂഡോ സയൻസ് അല്ല, ദിസ് എ സയൻസ് ആക്ച്വലി. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? അക്യുപഞ്ചർ ചെയ്യുമ്പോൾ ആക്ച്വലി അക്യുപഞ്ചർ മീൻസ് അക്യു മീൻസ് പോയിന്റ്സ് എന്നാണ് അർത്ഥം. പഞ്ചർ മീൻസ് പഞ്ചറിയ. ദാറ്റ് മീൻസ് ടു ഇൻസേർട്ട് എന്നാണ്. നമ്മളൊരു മുടിനാരിന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള സൂചി വെച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ അവിടെ ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രീഷ്യ, ഫേഷ്യ. അപ്പൊ ആ ഒരു ലെയർ, അതായത് ഡെർമിസ്, എപ്പിഡെർമിസ് അല്ല, അതിന്റെ മുകളിലുള്ള ഇൻഡസ്ട്രീഷ്യ എന്ന് പറയും, ഫേഷ്യ. ഈ ഫേഷ്യയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പെയിൻ കില്ലേഴ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹെഡ് ഏക്ക്, നീ പെയിൻ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. അപ്പോ ഈ സ്വമേധയാ നമ്മളെ ബോഡിയിലുള്ള പെയിൻ കില്ലേഴ്സ് ആണ് എൻഡോർഫിൻ എന്നൊക്കെ പറയും. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ആ ബ്രെയിനിലുള്ള കെമിക്കൽ ചേഞ്ചസ് അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്റ്റീവ് ആക്കി കൊടുക്കുക എന്നുള്ളത്, അതായത് ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ബോഡിയിലുള്ള സ്വമേധയാ ഉള്ള പെയിൻ കില്ലേഴ്സിനൊക്കെ ആക്റ്റീവ് ആക്കി കൊടുക്കലാണ് പെയിന്റെ കേസിൽ എടുക്കുക. അതുപോലെയാണ് എല്ലാ രോഗത്തിനും ഇപ്പൊ നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുന്നോ ഈ സെയിം കണ്ടന്റ് ബോഡിയിലുണ്ട്. അതിനെ നമ്മൾ എക്സ്റ്റേണലി സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മോഡേൺ മെഡിക്കേഷനും അക്യുപഞ്ചറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് പെട്ടെന്ന് എഫക്റ്റീവ്? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ഓഫ് പേഷ്യൻസ്. ടൈം കൺസ്യൂമിംഗ് ആണെന്നുണ്ടെങ്കിൽ അതെ, ബട്ട് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻസ് കണ്ടീഷൻസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇന്റൻസിറ്റി ഓഫ് ഡിസീസസ്. കാരണം നമുക്ക് രോഗത്തിന്റെ ഒരു കാഠിന്യം നോക്കിയിട്ടാണ് അത് അറിയാൻ പറ്റുള്ളൂ. ചില കേസ് ഇപ്പൊ പെട്ടെന്ന് പെയിൻ കുറയണമെങ്കിൽ ഒരു പെയിൻ കില്ലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലെയുള്ള എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിക്കുവാണെങ്കിൽ
വിത്തിൻ 5 മിനിറ്റ്സ് ചിലപ്പോൾ പെയിൻ കുറയും. ഈ സെയിം പ്രോസസ് തന്നെ അക്യുപഞ്ചറിലും വിത്തിൻ 5 മിനിറ്റ്സ് ആവണതിന് മുമ്പ് പെയിൻ കുറയുന്നതുണ്ട്. ചില കണ്ടീഷൻസ് ആണെങ്കിൽ റൂട്ട് കോസ് നോക്കിയാൽ ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം പെയിൻ ഈസ് നോട്ട് എ ഡിസീസ്, ദാറ്റ്സ് സിംറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിംറ്റമാറ്റിക്കലി ട്രീറ്റ്മെന്റ് അല്ല ഇത്, ഒരു റൂട്ട് കോസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടൈം കൺസ്യൂം വേണം. മാം, ഈ സൈക്കോളജിക്കൽ ഇൽനെസ്സും അക്യുപഞ്ചറും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും? ഇല്ല എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡർ ക്യൂറബിൾ ആക്കാനായിട്ട് അക്യുപഞ്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ആക്ച്വലി. കാരണം ഇതൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ആൻസൈറ്റി, ഡിപ്രഷൻ. അപ്പൊ അത് ഒന്ന് റിക്കവർ ആവാനായിട്ട് അക്യുപഞ്ചർ യൂസ് ചെയ്യാനായിട്ട്? കാരണം പൊതുവെ നമുക്ക് ഇപ്പൊ കണ്ടുവരുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ളത് മാത്രമല്ല, മുക്കാൽ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന മോഡേൺ മെഡിസിൻസ് പോലും എന്ന് പറയുന്നത് 90% ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ എന്നാ പറയാ. കാരണം നമ്മുടെ വൈകാരിക തലത്തിൽ നിന്നാണ് നമുക്ക് പല രോഗങ്ങളും വരുന്നത്. മൈൻഡ് ശരിയല്ലെങ്കിൽ മൊത്തത്തിൽ താളം തെറ്റും. അപ്പൊ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ആക്ച്വലി ഒരാൾക്ക് ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉള്ള ഒരാൾ, ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾ, ഇത് എല്ലാം ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു വേയിലല്ല നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ഒരു ആൻസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നിരിക്കൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധികളോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം ശരിയല്ല, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ. പക്ഷേ അത് മാത്രമല്ല കേട്ടോ അതിന് കാരണം. നമ്മളെപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മാനസിക തലത്തിലോട്ട് മാത്രം അതിനെ റൂട്ട് കോസ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഫിസിക്കൽ പ്രോബ്ലംസ് കൊണ്ട്, ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ടും നമുക്ക് എന്ത് വരാം, ഈ പറയുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ വരാം. ഫോർ എക്സാമ്പിൾ, വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, അവർക്കൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവുള്ള ആൾക്കാർ, അയണിന്റെ കുറവുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് വരും. ഏറ്റവും കൂടുതൽ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് കറക്റ്റ് അല്ലാണ്ടാവുമ്പോഴാണ്. നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിലെ ഗുഡ് ബാക്ടീരിയാസിന്റെ ലാക്സ് മൂലവും നമുക്ക് എന്ത് വരാം, ഈ മെന്റൽ പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പൊ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഒരു ഡിപ്രഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പം ഈ ജീവിത സാഹചര്യത്തിനെ അതിജീവിക്കാൻ, അത് പോസിറ്റീവായിട്ട് അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. അപ്പൊ എല്ലാം നെഗറ്റീവ് മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പം അവർക്ക് ഈ പറയുന്ന സെറട്ടോണിൻ, ഡോപ്പമിൻ പോലെയുള്ള പോസിറ്റീവായിട്ടുള്ള എൻസൈംസ് നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ ഈ എൻസൈംസിനെ നമ്മൾക്ക് കൂടുതലാക്കി കൊടുക്കുക, നാച്ചുറൽ ആയിട്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ്സിനെ നമ്മൾ നീഡിൽ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ക്രോണിക് ഇൽനെസ്, ഇപ്പൊ അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്യാൻസറിനെ നമുക്ക് അക്യുപഞ്ചർ വഴി അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സെഷൻസ് നമുക്ക് വേണ്ടി വരും? ആക്ച്വലി ഇതൊരു വിവാദമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരു പക്ഷേ. പലപ്പോഴും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എയറിൽ കയറാറുള്ളതാണ്. അപ്പൊ ഇതും ഒരു എയറാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഇതെങ്ങനെയാന്ന് വെച്ചാല്, ആക്ച്വലി ഓൺകോളജി ഇൻ അക്യുപഞ്ചർ എന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ തന്നെ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ സെൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സെൽ മൾട്ടിപ്പിൾ ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ചില അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട്, അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഈ പറയുന്നത് ഈ സ്പ്രെഡ് ചെയ്യാണ്ട് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ 100% സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്യാൻസറിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ഞാൻ വേണമെങ്കിൽ ഇതിൽ കാണിക്കാം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ ക്യാൻസർ വരുമ്പോൾ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കീമോ, റേഡിയേഷൻ പോലെയുള്ള സൈഡ് എഫക്ട്സുകളെ മാറ്റാനായിട്ട് അക്യുപഞ്ചർ 100% സാധിക്കും. പിന്നെ പല ആൾക്കാർക്കും കീമോ ഒക്കെ ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്, കൈവേദന, കാലുവേദന, അങ്ങനെ ഒത്തിരി ആൾക്കാർ വേദന കൊണ്ട് മോർഫിൻ മാത്രം കഴിക്കുന്ന ആൾക്കാർ നമുക്കറിയാം, ക്യാൻസർ 4th സ്റ്റേജ് 3rd സ്റ്റേജ് ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞ കീമോയും റേഡിയേഷനും ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റം വരും. ഇത് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോട്ടോകോൾ അനുസരിച്ച് 11 to 21 ഡേയ്സ് ആണ് നമ്മുടെ സിറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി അതും കേസ് മീൻസ് കണ്ടീഷൻസിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് സിറ്റിങ്സ് മാറാം. ചിലപ്പം അതൊരു ബ്രേക്ക് കൊടുക്കും, നമ്മളൊരു 11 ഡേയ്സോ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 7 ഡേയ്സ് ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും അവരെന്ത് ചെയ്യും, ഒരു 15 ഡേയ്സ് കൂടുമ്പോൾ 1 ടൈം ഓർ വീക്ക്ലി വൺസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാം ഇപ്പൊ പറഞ്ഞ ക്യാൻസറിന്റെ കാര്യമാണ്. അപ്പൊ ഒരു പൊതുവേ ഒരു ക്രോണിക് ഇൽനെസ് വരുമ്പോഴത്തേക്കും എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് മിനിമം ഒരു 11 ഡേയ്സ് ആണ് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാലോ, കാരണം പലർക്കും പല
റൂട്ട് കോസ് ആണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഇപ്പോ ഇന്നലെ പോലെ എന്റെ ഒപ്പിൽ ഒരു കേസ് വന്നതെന്ന് വെച്ചാൽ ഒരു ലേഡിയാണ്, അവർക്ക് എവിടെ തൊട്ടാലും വേദനയാണ്. അപ്പോ അവരുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞൊരു ഫൈബ്രോമയോളജിയ കണ്ടീഷനാണ്. അപ്പൊ ഈ ഫൈബ്രോമയോളജിയ കണ്ടീഷൻസിൽ നമുക്കിപ്പോ ഒരു സ്ഥലത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. കൈവേദന ആണെന്ന് വെച്ചാൽ കൈവേദന, കാലുവേദന, നടുവേദന, ഇനി ഫിംഗറിന്റെ ടിപ്പ് വരെ വേദനയാണ്. അപ്പൊ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രോബ്ലംസ് എന്താന്ന് വെച്ചാല് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് അവരുടെ സ്വമേധയുള്ള എൻഡോർഫിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഈ എൻഡോർഫിനും ഡോപ്പമിനും സെറട്ടോണിൻ സഹോദരന്മാരെ പോലെയാണ്, ഒന്ന് വന്നാലേ മറ്റേത് വരുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോ ഈ സ്ട്രെസ് ഹോർമോൺ, അല്ലാതെ കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അതാണ് സ്ട്രെസ് ഹോർമോൺ, ഈ കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള കണ്ടന്റ് കുറയും. സോ എവിടെ തൊട്ടാലും വേദനയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമുക്ക് സാധാരണ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് 11 days വരാൻ പറയും, പിന്നെ അവർക്കൊരു ബ്രേക്ക് കൊടുക്കും. ചില കണ്ടീഷൻസിൽ 7 days കൊണ്ട് തന്നെ അവർക്ക് അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറാറുണ്ട്. അപ്പോ ഈ വേദന എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ റൂട്ട് കോസ് നോക്കി. ഇപ്പൊ കോർട്ടിസോളിന്റെ അളവ് കുറച്ചാലാണ് ഇവർക്ക് ഈ ഫൈബ്രോമയോളജിയ കണ്ടീഷൻസിൽ ഒരു കുറവ് വരത്തുള്ളൂ. അപ്പൊ അത് നോക്കി ട്രീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം വേണം. ഒരു സാധാരണ ഒരു പേഴ്സൺ അക്യുപഞ്ചർ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഈ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും? ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു മിഥ്യാധാരണ ഉണ്ട് എന്റെ ക്ലിനിക്കിനെ കുറിച്ച്. പൊതുവേ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നൊരു സ്ഥലമാണ്. അപ്പൊ ആൾക്കാരുടെ വിചാരം സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പം ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ആകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഒരു സിറ്റിങ്സിന് ചിലപ്പോൾ മാക്സിമം ഒരു 300 rupees ഒക്കെയാണ് വരാ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് അൽഫാമും ഈ കുഴിമന്തിയും അല്ലെ ഗ്രിൽഡ് ചിക്കനൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു പൈസ ഇതിന് ആവുന്നുള്ളൂ. അത് അത്ര ഹെൽത്തി അല്ല. ഇത് ഹെൽത്തിന് വേണ്ടിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറാപ്പി, ഫിസിയോതെറാപ്പി ഉണ്ട്, ബോൺ അലൈൻമെന്റ് തെറാപ്പി ഉണ്ട്, റിഫ്ലക്സോളജി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, അതും എല്ലാ പേഷ്യൻസിനും ചെയ്യണ്ട, കപ്പിംഗ് തെറാപ്പി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് എക്സ്ട്രാ കാശ് വരിക. പിന്നെ നമ്മൾ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആട്ടോ. നമ്മൾ അവിടെ ഒരു ന്യൂറോ അക്യുപഞ്ചർ മാത്രമല്ല, ഫിസിയോതെറാപ്പി ഉണ്ട്, ആയുർവേദം ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, യോഗ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ഇന്റഗ്രേറ്റീവ് സിസ്റ്റമാണ്.